ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മളോട് അരുളി ചെയ്തതും വാഗ്ദത്തം ചെയ്തതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന 4 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദൈവവചന സന്ദേശത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വാഗ്ദത്തവും ദൈവിക അരുളപ്പാടുകളും നമ്മളോട് ദൈവം സംസാരിച്ചതും വചനത്തിലൂടെ ഇടപെട്ടതും ദൈവം തൻ്റെ ദാസന്മാരിലൂടെ പറഞ്ഞതും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താനായിട്ട് പറ്റും? ദൈവത്തിൻ്റെ ഹിതത്തിലേക്കും ഇഷ്ടത്തിലേക്കും നമ്മൾ വരാത്തിടത്തോളം കാലം നമ്മുടെ കാഴ്ചപ്പാടുകളും സ്വഭാവവും ചിന്താഗതികളുമൊക്കെ മാറ്റപ്പെടാത്തിടത്തോളം കാലം പൂർണ്ണമായ ദൈവാനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയില്ല. ഇന്നത്തെ ഈ ഒരു ദൈവവചന സന്ദേശം വലിയ അത്ഭുതത്തിൻ്റെയോ വിടുതലിൻ്റെയോ ഇപ്പോൾ ഉടനടി സംഭവിക്കും എന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഈ സത്യവചനം യഥാർത്ഥമായി ഒരു വ്യക്തി കേട്ട് മനസ്സിലാക്കി ദൈവം മുമ്പാകെ ആ വ്യക്തിയുടെ ജീവിതം ക്രമീകരിക്കാൻ തയ്യാറായാൽ ദൈവം പറഞ്ഞിട്ടുള്ള സകലതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറവേറും. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എൻ്റെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് നൽകി തന്ന ചില ആത്മീക വെളിപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ 40 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച 4 കാര്യങ്ങൾ. ഈ ഒരു 4 കാര്യങ്ങൾ 40 വർഷത്തെ ഒരിടവേളയിൽ ദൈവത്തിൻ്റെ പാഠശാലയിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതോരോന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ ഒന്നാമത്തേത് സ്വന്തം വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് എത്തുക. സ്വന്തമായ മാർഗങ്ങൾ, സ്വന്തമായ വഴികൾ അതെല്ലാം വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് എത്തുക. 2, കോപ സ്വഭാവത്തിൽ നിന്ന് വിനയത്തിലേക്ക് എത്തുക. 3, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് എത്തുക. 4, പ്രതികാര മനോഭാവത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്കും മധ്യസ്ഥ സ്വഭാവത്തിലേക്കും എത്തുക. ഇങ്ങനെ 4 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും കരയാനും ഒന്ന് ഒരുക്കപ്പെടാനും ഒക്കെ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, വലിയ ദൈവപ്രവർത്തികൾ ജീവിതത്തിൻ്റെ അകത്ത് ഇനിയും സാധിക്കും. വിളിയില്ലാഞ്ഞിട്ടോ തെരഞ്ഞെടുപ്പില്ലാഞ്ഞിട്ടോ വാഗ്ദത്തം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പലരും അവരുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താത്തത്. അവർക്ക് ആ വാഗ്ദത്തത്തിൽ നിന്ന് ആ ഒരു ദൈവപ്രവൃത്തിയിലേക്കുള്ള വഴിയിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ പലരും സ്റ്റക്കായി കിടക്കുകയാണ്. നമ്മളൊന്ന് കറക്റ്റാകാൻ, ഒന്ന് ശരിയാകാൻ നമ്മളൊന്ന് തയ്യാറായാൽ നമ്മുടെ ജീവിതം ഏറ്റവും വേഗം മാറി ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ ഈ ഒരു തിരുവചന സന്ദേശം ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആ വാക്യം നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുമ്പം നമ്മൾ ചിന്തിക്കും മോശ ഒരു മോശ സ്വഭാവമുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മോശയ്ക്ക് തൻ്റെ വിളിയെക്കുറിച്ച് നല്ല ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിളിയിലേക്ക് എത്താനായിട്ട് ദൈവം മുമ്പിൽ താൻ തെരഞ്ഞെടുത്ത മാർഗം ശരിയല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ വാക്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല വേളകളിൽ നമ്മളത് വായിച്ച് പോയിട്ടുണ്ടാകും. അതായത് ശരിക്കും പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളെ ചേർത്ത് പഠിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യമാണ്. 7-ന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ സ്തേഫാനോസ് നടത്തുന്ന ഒരു പ്രസംഗമാണ്, ഒരു ദീർഘമായ പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മോശയെക്കുറിച്ച്, മോശയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും ആ അപ്പോസ്തല പ്രവൃത്തികളിലെ ആ ഒരു പ്രസംഗം യഥാർത്ഥമായ ഒരു ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനവും ആത്മീക വെളിപ്പാടുകളുടെ ഒരു സംഗ്രഹവുമാണ്. ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പുറപ്പാട് പുസ്തകം 2-ന്റെ 11 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ കാലത്ത് മോശ മുതിർന്ന ശേഷം
തൻ്റെ സഹോദരന്മാരുടെ അരികിലേക്ക് പോയി ഭാരമുള്ള വേല നോക്കി. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഭാരമുള്ള വേല നോക്കി എന്താ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നത്തില്ല. നമ്മൾ പ്രാഥമികമായി ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 7:21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥമായി പ്രിയപ്പെട്ടവരെ തൻ്റെ ഉള്ളിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു. വെറുതെ പോയി സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കാൻ പോയതല്ല. നമ്മൾ വായിക്കുമ്പോൾ എന്നാ ഒന്ന് പോയി കണ്ടേക്കാം, എന്താണെന്ന് നോക്കാം എന്ന് കരുതി അദ്ദേഹം പോകുന്നു. ഒരു മിസ്രൈമിനും എബ്രായനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. മിസ്രൈമിനെ അടിച്ച് കൊല്ലുന്നു, മണ്ണിൽ മറവ് ചെയ്യുന്നു. പിന്നീട് 2 എബ്രായർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒരു പ്രശ്നം തീർക്കാനായിട്ട് അദ്ദേഹം പോയി കണ്ടു എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതിനും അപ്പുറത്തുള്ള ആഴമായ ചില രഹസ്യങ്ങൾ, അർത്ഥം ഉണ്ട്. അതായത് സഹോദരന്മാരുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് തനിക്ക് മനസ്സിൽ തോന്നി. അത് കൃത്യമായിട്ട് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. താൻ മുഖാന്തരം ദൈവം സഹോദരന്മാർക്ക് രക്ഷ നൽകും എന്ന് താൻ ചിന്തിച്ചു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതായത് തന്നിലൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നും തന്നിലൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നും തന്നിലൊരു വിളിയുണ്ടെന്നും എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും കൃത്യമായി മോശയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും മിസ്രൈമിലെ വിലയേറിയ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ കഷ്ടത അല്ലെങ്കിൽ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തെന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം മോശയ്ക്ക് കാഴ്ചപ്പാടില്ലാഞ്ഞിട്ടല്ല, മോശക്കാരനായതുകൊണ്ടുമല്ല, തൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി എരിയുന്ന വാഞ്ചിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ആ ഹൃദയം മോശമായിരുന്നെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാൻ കഴിയാതെ താൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്നുള്ളതാണ്. പല സമയങ്ങളിലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിളിയുള്ളവരും ദൈവത്തിൻ്റെ വാഗ്ദത്തം കേൾക്കുന്നവരുമായ പലരും സ്വീകരിക്കുന്ന വഴികൾ അവരെ ദൈവ പദ്ധതികളിൽ നിന്ന് വളരെ ദൂരേക്ക് മാറ്റും. മനസ്സിലായോ? അതായത് ദൈവികമായ വാതിലുകൾ തുറക്കപ്പെടണം എന്ന് കരുതി നമ്മൾ സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ, നമ്മൾക്ക് വേണ്ടി വഴികൾ ഒരുക്കാൻ പോകുന്ന വഴികൾ, ശരിയല്ലാത്ത പ്രവർത്തികൾ, സ്വന്തം വഴികൾ. എന്തായിരുന്നു ഇവിടെ മോശയുടെ സ്വന്തമായ വഴി? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വീണ്ടെടുപ്പുകാരനൊന്നും ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഞാൻ പറഞ്ഞു. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. താൻ മുഖാന്തരം സഹോദരന്മാർക്ക് രക്ഷ നൽകുമെന്ന് അദ്ദേഹം ഗ്രഹിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലേക്ക് ഇതൊന്ന് കയറാനായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ ആ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതായത് തന്നിലൂടെ ഒരു ദൈവിക വിടുതൽ ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ താൻ തൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും ഉപയോഗിച്ചാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്, മിസ്രൈമിനും എബ്രായനും തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ മിസ്രൈമിനെ കൊന്നുകളഞ്ഞു, അന്യായം കണ്ടതുകൊണ്ടാണ്. രണ്ടാമത്, 2 എബ്രായർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പം അന്യായം ചെയ്യുന്നവനോട്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്യായം ചെയ്യുന്നവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് നിൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നത്? അന്യായം ചെയ്തവനോടാണ്. അവിടെയും ന്യായത്തിന് വേണ്ടിയാണ് മോശ നിന്നത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തൻ്റെ കഴിവുകൾ, അതായത് മിസ്രൈമിലെ എല്ലാ വാക്കിലും ജ്ഞാനത്തിലും ഒക്കെ അഭ്യസിച്ച് മിസ്രൈമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കണം. കഴിവില്ലാത്ത ഒരാളല്ല. 40ഓളം വർഷങ്ങൾ മിസ്രൈമിൽ തന്നെ ജനിച്ച് അവിടുന്ന് സകലതും പഠിച്ച് അറിവും ജ്ഞാനവും എല്ലാം നേടിയിട്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. അപ്പം സ്വന്തമായ കഴിവിൽ തനിക്ക് ബോധ്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായ വഴിയായിപ്പോയി. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വഴിയല്ലായിരുന്നു ആ ഒരു വഴി. പല സമയങ്ങളിലും ശുശ്രൂഷയുള്ളവരും ദൈവകൃപയുള്ളവരും ഒക്കെ
ദൈവം ഉദ്ദേശിക്കുന്നവരുടെ ശുശ്രൂഷകളിലേക്കും ദൈവ പദ്ധതിയിലേക്കും അവർക്ക് എത്താൻ കഴിയാത്തതിൻ്റെ കാരണം സ്വന്തമായി അവർ എടുക്കുന്ന വഴികളാണ്, തീരുമാനങ്ങളാണ്. മനുഷ്യരിലെ ആശ്രയവും പിന്നെ എന്താ പറയുന്നത്, വളഞ്ഞ വഴികളും കസേരകൾ ഉറപ്പിക്കാനുള്ള ശ്രമവും മറ്റുള്ളവരെ സ്വാധീനിച്ച് മറ്റു പലയിടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ശ്രമവും അതൊന്നും ദൈവികമല്ല പ്രിയപ്പെട്ടവരെ. കാരണം ഒരിക്കലും സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ അല്ല, ദൈവകൃപയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ തൻ്റെ സ്വന്തം കഴിവിൽ തന്നെ ആശ്രയിച്ചു, എൻ്റെ കഴിവ് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ചിന്തിച്ചു, ജനത്തിന് ഒരു രക്ഷ നൽകാമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത്, ഫറവോൻ ഇത് കേട്ട് കൊല്ലാൻ ഭാവിച്ചപ്പോൾ തനിക്ക് നാട് വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. മിദ്യാനിലേക്ക് ഓടിപ്പോയി എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സമയങ്ങളിലും ഓടിപ്പോക്കുകളുടെ തന്നെ പല കാരണവും സ്വന്തമായ വഴികളാണ്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ ഒരു മറുഭാഗം നിങ്ങളോട് പറയാം. ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനായ മോശയെ ദൈവം 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ കടത്തിവിട്ട് സഹനവും ക്ഷമയും ഏകാന്തതയും എല്ലാം പഠിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സംഭവിപ്പാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് ഇത്ര വലിയ പ്രശ്നമുണ്ടായി, ജനം ദൈവത്തോട് മത്സരിച്ചപ്പം, മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവം ഇദ്ദേഹത്തെ ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് ഈ ജനത്തോട് മോശയുടെ സ്വഭാവം അനുസരിച്ച് അവരുമായിട്ട് തർക്കത്തിലായി, പ്രശ്നത്തിലായി. ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർ ഈ മോശ തിരിച്ചടിച്ച് ദൈവ പദ്ധതികളെല്ലാം എങ്ങനെ മാറിപ്പോകുമെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ദൈവാശ്രയവും ദൈവത്തിൻ്റെ വഴികളിലേക്ക് എത്താനായിട്ടുള്ള മനസ്സൊരുക്കവുമെല്ലാം ദൈവം മോശയ്ക്ക് കൊടുത്തത് ആ ഒരു 40 വർഷത്തെ സ്വഭാവ രൂപീകരണ സമയത്താണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് നമ്മൾ ആരാധനയ്ക്ക് പോയി തുടങ്ങുന്നത് കൊണ്ട് മാത്രം തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരാത്മീകമായ വളർച്ചയുണ്ട്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ഒരു വ്യക്തി വളരണം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച കൈവരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം പിശാച് മാത്രമല്ല, നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റമാണ്. 40 വർഷത്തോളം കാലമാണ് ദൈവം തനിക്ക് വേണ്ടി കാത്തിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ മാറിപ്പോയുമില്ല. ദൈവം തന്നെ ഒരല്പം കാലം കഴിഞ്ഞിട്ടാണെങ്കിലും 80 വയസ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു 40 വർഷം ദൈവം ശക്തമായി തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിലെ വീഴ്ചകളെയും ജീവിതത്തിലെ ശരിയാകേണ്ടുന്ന മേഖലകളെയും ഒക്കെ നമ്മളൊന്ന് തിരിച്ചറിയാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി നമ്മൾ മാറാൻ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ദൈവപ്രവർത്തികൾക്ക് സാധ്യതകളുണ്ട്. ഞാനൊരു ചെറിയ ഒരു ഇലസ്ട്രേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വീട് പണിയുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പാറമടയിൽ നിന്ന് കല്ലുകൾ പൊട്ടിച്ച് വലിയ കരിങ്കല്ലുകളാണ് ഒരു വീടിൻ്റെ അടിസ്ഥാനം പണിയുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത്. വീടിൻ്റെ പണി ചെയ്യുന്നൊരു മേശരി അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പം ഒരിക്കലും കൊണ്ടുവന്ന് ഇറക്കിയിട്ട കല്ലുകൾ അതുപോലെ എടുത്ത് നേരെ വീടിൻ്റെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കുകയല്ല. 2-3 അടികൾ അതിലടിക്കും. അതിലൊന്നാമത്തേത് ഏറ്റവും വലിയൊരു കൂടമാണ്, ഏറ്റവും വലിയൊരു കൂടം. ഈ കൂടവുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇല്ലേ? അപ്പം ചീളുകളെല്ലാം തെറിക്കും.
അടിച്ചടിച്ചടിച്ച് വലിയ കരിങ്കല്ലിനെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കും. അപ്പം എൻ്റെ ഭാവനയെ ഞാൻ പറയുകയാണ്, ഈ കരിങ്കല്ലുകൾ അടിക്കുന്നവനോട് ചോദിക്കുക, എന്നെ എന്തിനാണ് ഇത്രയും അടിക്കുന്നത്? എന്നെ ഒന്ന് പൊട്ടിച്ചു, അവിടുന്ന് പൊട്ടിച്ചു. രണ്ടാമത് വീണ്ടും എന്നെ അടിക്കുകയാണ്. അതിനെ കീറി ചെറിയ കഷ്ണങ്ങളാക്കും. അവിടെ കൊണ്ടും അടി തീർന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർന്നിട്ടില്ല. പിന്നീട് ആ ഒരു മേശരിയുടെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു ഈ കൂടം പോലത്തെ സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും. ഒരു ചെറിയ ചുറ്റിക. ഈ ചെറിയ ചുറ്റിക ഉപയോഗിച്ച് ഇതിൻ്റെ ഷാർപ്പായിരിക്കുന്ന എഡ്ജസ് അടിച്ച് വൃത്തിയാക്കി മറ്റുള്ള കല്ലുകളോട് ചേർന്ന് പോകത്തക്കവണ്ണം അതിനെ ഉരുക്കി വീണ്ടും ഒരു ഒരുക്കം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഒരു വീടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഈ കല്ലുകൾ മാറ്റപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ടുമൊക്കെ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മെരുക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തക്കവണ്ണം, മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ വണ്ണം, മറ്റുള്ളവരോട് ചേർന്ന് പോകത്തക്കവണ്ണം ഒരുക്കി നമ്മളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ പണി എത്രയും മനോഹരമാകത്തുള്ളൂ, അടിസ്ഥാനം ഉറപ്പുള്ളതാകത്തുള്ളൂ. ഇന്ന് സംഭവിക്കുന്നത്, ഇങ്ങനെയൊന്നും പണിയപ്പെടാത്ത ഒരുക്കപ്പെടാത്ത ആളുകൾ പലതും വന്നു കയറി അന്യോന്യം മുറിപ്പെടുത്തുന്നവരും വേദനിപ്പിക്കുന്നവരും ചേർന്നു പോകാത്തവരും ഒത്തുപോകാത്തവരുമായി മാറുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളെയെല്ലാം പല മേഖലകളിലും ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഈ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? നമ്മുടെ മക്കളുടെ കല്യാണം നടക്കാനും നമുക്ക് വീട് പണി നടക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ മാറാനുമാണോ? തരാനുള്ളതെല്ലാം തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി തരും. അവിടുത്തെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ 10, 18, 20 വർഷമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അത് മാറാത്തതാണ്. അത് മനുഷ്യൻ്റെ എല്ലാം ചിന്തകൾക്കപ്പുറമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ ഷാർപ്പ് എഡ്ജസ്, മൂർച്ചയേറിയ എൻ്റെ ഭാഗങ്ങൾ അത് ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലാത്തവരെ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും? ഭൂമിയിൽ ശരിയാകാത്തവരെ എങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും? നമ്മുടെ ചിന്തകളും മനസ്സുകളും വിചാരങ്ങളും എല്ലാം ദൈവഹിതത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഈ ചെത്തി വെടിപ്പാക്കലുകൾ നടക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഫലം കായ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ദൈവവചനം പറയുമ്പം ആളുകൾക്കത് കേൾക്കാനും സ്വീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. കാരണം പല മേഖലകളിലും മനുഷ്യൻ മാറാൻ തയ്യാറല്ല. സ്വയം ശരിയാകാനായിട്ടുള്ള ഒരു ഒരുക്കം വളരെ കുറച്ച്, അല്ലെ പരിശുദ്ധാത്മാവ് അതുപോലെ ഇടപെടുന്ന ആളുകളിൽ മാത്രമേ ഉള്ളൂ. എല്ലാം വിടുതലും അത്ഭുതവും ഇപ്പം നടക്കുന്നു, ഉടനെ നടക്കുന്നു, ഉടനടി നടക്കാൻ പോകുന്നു. സത്യസന്ധമായി പറയുക, അങ്ങനൊന്നും ഒന്നും നടക്കത്തില്ലെന്നുള്ളതാണ് സത്യം. ഇതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് രസമാണ്. പക്ഷേ യഥാർത്ഥമായ ഒരു ദൈവിക വിടുതലിലേക്ക് ദൈവം നടത്തും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്വന്തം വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഒരു വ്യക്തി എത്തുക എന്നുള്ളതാണ്. നമ്മൾ സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ പലതും ദൈവ പദ്ധതികളിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നവയാണ്. ഓക്കെ, ഇതൊന്ന് മനസ്സിലേക്ക് വരട്ടെ. രണ്ടാമത്തേത് കോപത്തിൽ നിന്ന് വിനയത്തിലേക്കാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭൂമിയിലുള്ള സകല മനുഷ്യരിലും സൗമ്യതയുള്ള ഒരു മനുഷ്യനായി മോശ മാറി. യഥാർത്ഥമായി ദൈവകരങ്ങളിൽ പണിയപ്പെടുന്ന ഒരു വ്യക്തി, അവൻ്റെ കോപ സ്വഭാവങ്ങൾ മാറി അവൻ സൗമ്യതയും വിനയവുമുള്ളവനായി മാറും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമെന്ന് പറയുന്നത് സമാധാനമാണ്, വിനയമാണ്. കോപ സ്വഭാവങ്ങളും ഈ പൊട്ടിത്തെറിക്കുന്ന പ്രകൃതവും ക്ഷിപ്രകോപവും ഒന്നുമല്ല. അങ്ങനെയൊക്കെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ഒരിക്കലും ദൈവികമല്ല. ഈ ശാപഗ്രസ്തമായ ഈ പൈശാചികമായ ബന്ധനങ്ങളുള്ള ഭവനങ്ങളിൽ പോലും നിരന്തരമായി കുടുംബ തകർച്ചകളും അസമാധാനങ്ങളും ക്ഷിപ്രകോപവും ഒക്കെ ഒരടയാളം പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കുറച്ച് നാളുകളായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ക്ഷമയുടെ ആത്മാവാണ്, വിനയത്തിൻ്റെ ആത്മാവാണ്. നോക്കിക്കേ, ഒരാളെ കൊല്ലാൻ പോലും
മടിയില്ലാതെ ആ ആവേശത്തിൽ കൊന്ന മോശ. അദ്ദേഹം 40 വർഷം ദൈവത്തിൻ്റെ പാഠശാലയിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് ക്ഷമയും സഹിഷ്ണുതയും ഏകാന്തതയും ഒറ്റപ്പെടലും ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. ശരിക്കും ആ വ്യക്തിയെ ദൈവം മെരുക്കിയെടുക്കുകയായിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഇല്ലേ, നമ്മുടെ നാടും വീടും എല്ലാം വിട്ട് നമ്മളെല്ലാത്തിൽ നിന്ന് അകന്നു മാറുമ്പം നമുക്കുണ്ടാകുന്ന കുറച്ച് തിരിച്ചറിവുകളുണ്ട്. ശരിക്കും നമ്മൾ പഠിക്കുന്ന കുറച്ച്, നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഈ മനുഷ്യനോട് ദൈവം പറയുക, ഞാൻ നിന്നെ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുക, എന്നെ വേണ്ട, വേറെ ആരെയെങ്കിലും അയക്കണം. ഞാൻ തടിച്ച നാവുള്ളവനാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷെ 40 കൊല്ലം മുമ്പ് അങ്ങനെയല്ലായിരുന്നു. എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. കണ്ടോ ഈ ഒരു മാറ്റം. എല്ലായ്പ്പോഴും ഈ ഒരു എടുത്തുചാട്ടവും ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു പക്വതയുണ്ട്. ഈ എടുത്തുചാട്ടം, ആവേശം, പിന്നെ അഹങ്കാരം, ധാർഷ്ട്യം, നിഗളം, ഇതെല്ലാം ഇല്ലാതെയാകുന്ന ഒരു സമയമുണ്ട് ഇല്ലേ? നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും നമ്മൾ കുറച്ച് പിന്നിലേക്ക് മാറി. ഞാനല്ല, എന്നിലൂടെ ക്രിസ്തുവിനെ അനേകർ കാണട്ടെ എന്നുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മൾ മാറും. മറ്റാരെങ്കിലും പറഞ്ഞയക്കണമെന്ന് അദ്ദേഹം പറയുന്നു. കണ്ടോ, കോപത്തിൽ നിന്ന് വിനയത്തിലേക്ക് അദ്ദേഹം മാറി. പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് സമാധാനമുള്ള, ശാന്തതയുള്ള, സൗമ്യതയുള്ള ഒരു മനുഷ്യനായി മാറി. കാരണം വചനം പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ശരിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്ന സൗമ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാത്തവരിങ്ങനെ റോക്കറ്റ് പോലും മുകളിലേക്ക് കയറിയാലും കുറച്ച് കഴിയുമ്പോൾ കത്തി ഒന്നുമില്ലാതെ, തീയും പുകയൊന്നുമില്ലാതെ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമത്തേത്, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് അദ്ദേഹം എത്തി. ഞാൻ 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 എന്നുള്ള ഒരു ഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനും ദൈവം പറയുന്നത് കേൾക്കുവാനും, ഏറ്റവും ഒടുവിൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ പണിയുടെ സമയത്തൊക്കെ യഹോവ കൽപ്പിച്ചത് തന്നെ മോശ ചെയ്തു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ മിസ്രൈമ്യ ജീവിതത്തിൽ നേടിയെടുത്ത അനുഭവ സമ്പത്തുകളും മിസ്രൈമിലെ ജ്ഞാനവും അടുത്ത 40 വർഷം കൊണ്ട് ദൈവം തുടച്ചു കളഞ്ഞ് തൻ്റെ മനസ്സിൽ നിന്നും തൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും അതിനെ ദൈവം നീക്കിക്കളഞ്ഞ് ദൈവം പറഞ്ഞ അതേ നിലവാരത്തിൽ സമാഗമന കൂടാരം പണിയാനും ഒക്കെ തനിക്ക് കഴിഞ്ഞു. ഈ ഒരു 40 വർഷം ഈ ദൈവികമായ വഴികളിലൂടെ ദൈവം തന്നെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, സമാഗമന കൂടാരമൊക്കെ പണിത് വരുമ്പം ചില ഭാഗങ്ങളെങ്കിലും ഈ ഫറവോൻ്റെ പിരമിഡിൻ്റെ ഒരു ഷേപ്പ് വന്നേനേമായിരിക്കും. ചില ഭാഗങ്ങളിലെങ്കിലും അതൊന്ന് നിഴലിട്ടേനേമായിരുന്നു. പക്ഷേ ദീർഘജ്ഞാനിയായ ദൈവത്തിന് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെങ്കിൽ അതിൻ്റെ അവസാനം അറിയാവുന്ന ആ ഒരു സർവശക്തനായ ദൈവത്തിന് 40 വർഷത്തെ കാലഘട്ടങ്ങളിൽ തന്നെ മാറ്റേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാമത്തേത്, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് മാറി. അടുത്തത്, പ്രതികാര മനോഭാവത്തിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കും അതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കും താൻ മാറ്റപ്പെട്ടുവെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അടിച്ചു കൊല്ലാനും എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന മനുഷ്യൻ, പുറപ്പാട് പുസ്തകം 32-33 ദൈവം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ, അതായത് അവർ വിഗ്രഹാരാധനയിലേക്കും അന്യാരാധനയിലേക്കും അവർ തിരിഞ്ഞ് വിളിച്ച ദൈവത്തെ മറന്ന് മറ്റുള്ള വഴികളിലേക്ക് പോയപ്പോൾ ദൈവം മുമ്പിൽ പിളർപ്പിൽ നിന്നുകൊണ്ട് ഇടിവിൽ നിൽക്കുന്നൊരു മോശ, ആ ജനത്തെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. അവിടുന്ന് ഈ ജനത്തെ നശിപ്പിച്ചാൽ ഈ കണ്ട ജനം എന്തു പറയും? അങ്ങയുടെ നാമത്തിനല്ലേ അത് അപമാനം, എൻ്റെ പേര് വേണമെങ്കിൽ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുക എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു സ്വയം ഇല്ലാതെയായി തീർന്നൊരു മനുഷ്യൻ. ഞാൻ വേണ്ട കർത്താവേ, ഇത് സത്യത്തിൽ ഇത് ആർക്ക് പറയാൻ പറ്റും? ഭയങ്കര ചേഞ്ച് അല്ലേ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ ഉണ്ടായത്. ഈ ഒരു ചേഞ്ച് ശരിക്കും ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ അരികിൽ വരുന്നവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും തന്നെ ത്യജിക്കാത്തവൻ
എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയില്ല. അതായത് അതിൻ്റെ അർത്ഥം നമ്മളൊരു മൊണാസ്റ്റിക് ലൈഫിലേക്ക് പോകണമെന്നൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്നൊന്നുമല്ല എല്ലാവരെയും കൊണ്ടും. അങ്ങനെയല്ല അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകൾ എന്നേക്കാൾ അപ്പനെ, അമ്മയെ, മക്കളെ, ലോകത്തിലെ ഒന്നിനെയും കർത്താവിനേക്കാൾ വലുതായി സ്നേഹിക്കാത്ത ആ ഒരു പ്രത്യേകമായ ഒരു ആത്മീക പക്വതയിലേക്ക് എത്തിയ ഈ മനുഷ്യൻ പറയുകയാണ്, ദൈവമേ, യഹോവയാം ദൈവമേ, വേണമെങ്കിൽ എൻ്റെ പേര് അങ്ങയുടെ പുസ്തകത്തിൽ നിന്നങ്ങ് മായ്ച്ചു കളഞ്ഞേര്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന, സ്വയത്തേക്കാൾ മറ്റുള്ളതിന് വില കൊടുക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഈ ഒരു അനുഭവത്തിലേക്ക് ഈ മോശ എന്ന് പറയുന്ന വ്യക്തി മാറ്റപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങൾ ഞാനെന്നുള്ള ആ ഒരു ഭാവം ഇല്ലാതായി തീർന്നതാണ്. പ്രതികാര മനോഭാവത്തിൽ നിന്ന് മധ്യസ്ഥതയിലേക്ക്, ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പല വേളകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും, അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് കൃത്യമായ വഴികളിൽ ഈ ജനത്തെ നടത്താനായിട്ടുള്ള ഒരാത്മീയ അനുഭവത്തിലേക്ക് മോശ എന്ന് പറയുന്ന വ്യക്തി എത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക്, എൻ്റേത്, ഞാൻ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന്, ഞാനല്ല, അതെ, ക്രിസ്തു എന്നിലൂടെ വളരാനായിട്ടിടയായി തീരട്ടെ. എൻ്റെ വാക്കുകളിലും എൻ്റെ പ്രവൃത്തികളിലും ദൈവരാജ്യം ഇതിലൂടെയെല്ലാം പുറത്തു വരുവാനായിട്ട് ഇടയായി തീരട്ടെ എന്നുള്ള ആ ഒരു ചിന്ത കർത്താവായ യേശു ക്രിസ്തുവിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയല്ലേ? പിതാവിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് പോലും സ്വർഗീയമായ സകലത്തെയും ഉപേക്ഷിച്ച ആ ഒരു വലിയ ഒരു ഉപേക്ഷ, ആ ഒരു വലിയ സമർപ്പണം, ആ ഒരു സമർപ്പണം ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സമർപ്പണത്തിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് താഴേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ ഗത്സമനയിലും ക്രൂശിൽ കിടക്കുമ്പോഴും എല്ലാം ആ ഒരു സമർപ്പണം, ഒരു വലിയ, ശരിക്കും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ ജീവിതമാണ്. നമ്മളൊക്കെ സമർപ്പിച്ചിട്ടാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതും, ദൈവകൽപ്പനകൾ ഏറ്റതും, വിശ്വാസ സ്നാനം സ്വീകരിച്ചതും, ഏതെങ്കിലുമൊക്കെ ദൈവസഭയുടെ അംഗങ്ങളായി മാറിയതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സമർപ്പണങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. പക്ഷെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദിനംതോറുമുള്ള സമർപ്പണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്കും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കായിട്ട് തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ്. ഞാൻ ഒരുപാട് ദീർഘമാക്കുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ആ 4 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. സ്വന്തം വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്ക്, സ്വന്തമായ മാർഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മാർഗങ്ങളിലേക്ക്. 2, കോപത്തിൽ നിന്ന് വിനയത്തിലേക്ക്, സ്വഭാവ രൂപീകരണമാണ്. നമ്മളിലുള്ള എല്ലാ പാപ സ്വഭാവങ്ങളും ക്രൂശിൻ്റെ മുമ്പിലേക്ക് വെച്ച് ആ സ്വഭാവങ്ങളെല്ലാം മാറി ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്താനായിട്ട് ദൈവിക സ്വഭാവങ്ങൾ നമ്മളിലുണ്ടാകട്ടെ. 3, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക്, പ്രതികാര മനോഭാവത്തിൽ നിന്ന് മധ്യസ്ഥ മനോഭാവത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരു 4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്കറിയാം? അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ഒരു മുൾപ്പടർപ്പിൽ നിന്ന്, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്, അതെ, കുറേ നാളുകൾ ആരും അറിയാതെ ഒറ്റപ്പെട്ട് വാഗ്ദത്തം ഉണ്ടായിട്ടും അവൻ എവിടെ, അവൻ്റെ അഡ്രസ്സ് പോലും ഇല്ലല്ലോ, അവനെ കാണാനില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച ആളുകളുടെ ഇടയിൽ നിന്ന് വീണ്ടും സ്തേഫാനോസ് വീണ്ടും ഇതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ട് പറയുകയാണ്, അവർ തള്ളിപ്പറഞ്ഞ ആ ഒരു മോശയെ തന്നെ വീണ്ടെടുപ്പുകാരനായി അവരുടെ അരികിലേക്ക് മടക്കി വരുത്താനായിട്ടിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ ഒരു വാക്യവും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പതിയാനിടയായി തീരട്ടെ. ഫിലദൽഫിയ സഭയോട് പറയുന്ന ദൂതാണ്. എന്താണെന്നറിയാം? നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, അതുകൊണ്ട് യഹൂദന്മാരല്ലാതിരിക്കും യഹൂദന്മാരെന്ന് പറഞ്ഞവരെ ഞാൻ വരുത്തും, അവർ നിൻ്റെ കാൽക്കൽ നമസ്കരിക്കും, ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവരറിയും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് മറ്റുള്ളവർ
അറിയുന്ന നിലവാരത്തിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റും. എപ്പോഴാ? ശക്തിയല്ല പ്രധാനം, വചനത്തെ കാക്കുന്നുണ്ടോ, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒത്തിരി വചനങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നവരാണ്. ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പ്രവാചകന്മാർ ദൈവിക ആലോചനകൾ പറഞ്ഞിട്ടുണ്ടാകാം. മോശയോട് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മ പോലും കൊട്ടാരത്തിൽ വെച്ച് പാല് കൊടുക്കുന്ന ആ ഒരു ബാല്യകാലം മുതൽ പറഞ്ഞിട്ടുണ്ടാകാം, മോശേ, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു ഡിവൈൻ ചൈൽഡാണ്, നിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു അമ്മയുടെ കരുതലും അമ്മയുടെ ആ ഒരു വിശ്വാസവും ഒക്കെ തന്നിലേക്ക് പകരപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ എന്നിട്ടും 40 വർഷങ്ങൾ എവിടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുമ്പോഴും ദൈവഹിതപ്രകാരം ഒരുക്കപ്പെട്ടവനെ ഉപയോഗിക്കുവാനായിട്ട് കൊണ്ടുവന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ചിലരെല്ലാം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വിളിയുള്ള, തിരഞ്ഞെടുപ്പുള്ള, വാഗ്ദത്വമുള്ള അനേകർ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തുവാനായിട്ട് കർത്താവ് കൃപ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവഹിതപ്രകാരം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.